ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും വലിയ വരവേൽപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അല്ലു അർജുൻ നായകനായ പുഷ്പയുടെ രണ്ടാം ഭാഗം ഇന്ന് തിയേറ്ററുകളിൽ എത്തിയത്. തെലുങ്കില് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ തരംഗമായ ഒന്നാം ഭാഗത്തിനെ കടത്തിവെട്ടുന്ന പ്രതികരണങ്ങളാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് ലഭിക്കുന്നതെങ്കിലും കാര്യങ്ങൾ അത്ര ആശാവഹമല്ല എന്നാണ് ഏറ്റവും ഒടുവില് വരുന്ന റിപ്പോർട്ടുകള്. ഡിസംബർ 5 വ്യാഴാഴ്ച തിയേറ്ററുകളിൽ എത്തിയ ചിത്രത്തിന്റെ പ്രിന്റ് വിവിധ ഓൺലൈൻ സൈറ്റുകളില് മണിക്കൂറുകൾക്ക് അകം ചോർന്നുവെന്നതാണ് അണിയറ പ്രവർത്തകരെയും ആരാധകരെയും ഒരുപോലെ ആശങ്കയിലാക്കുന്ന കാര്യം. ആന്റി പൈറസി നിയമങ്ങള് ശക്തമാണെങ്കിലും അല്ലു അർജുന്റെ ബ്രഹ്മാണ്ഡ സിനിമയായ പുഷ്പ 2-ന് ഓൺലൈൻ ചോർച്ച വലിയ തിരിച്ചടിയാവുമെന്നാണ് വിലയിരുത്തല്. റിലീസ് ചെയ്ത് കേവലം മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് ചിത്രത്തിന്റെ പതിപ്പ് ഓൺലൈൻ സൈറ്റുകളിൽ വ്യാപകമാവുന്നത്. ദേശീയ മാധ്യമമായ ടൈംസ് നൗ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് നിലവിലെ 5ഓളം വെബ്സൈറ്റുകളില് ചിത്രത്തിന്റെ HD പ്രിന്റ് തന്നെ ലഭ്യമാണ് എന്നതാണ്. ഇതില് മൂവി റൂൾസ്, തമിഴ് റോക്കേഴ്സ്, ഫിൽമിസില്ല എന്നീ വെബ്സൈറ്റുകൾ ഉൾപ്പെടുന്നുണ്ടെന്നാണ് സൂചന. ഇത് കൂടാതെ ടെലിഗ്രാമിലൂടെയും ചിത്രത്തിന്റെ HD പതിപ്പ് പ്രചരിക്കുന്നുണ്ടെന്ന് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിലവിൽ 720p, 1080p, 480p, 360p, 240p എന്നിങ്ങനെ എല്ലാവിധ റെസല്യൂഷനുകളിലും സിനിമയുടെ വ്യാജ പ്രിന്റ് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതോടെ 500 കോടി രൂപയോളം മുടക്കി നിർമ്മിച്ച ചിത്രത്തിന്റെ കളക്ഷനെ ഇത് സാരമായി ബാധിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ ആശങ്ക. നിലവിലെ ചിത്രത്തിന്റെ ആദ്യ ദിനത്തില് തന്നെ എല്ലായിടത്തും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഹൈദരാബാദില് ചിത്രത്തിന്റെ പ്രീമിയർ കാണാനെത്തിയവരില് തിക്കിലും പെട്ട് ഒരു സ്ത്രീ മരണപ്പെട്ടിരുന്നു. അവരുടെ മകൻ ഗുരുതരാവസ്ഥയില് ചികിത്സയില് കഴിയുകയാണ്. വിവിധ ഇടങ്ങളില് പോലീസും ആരാധകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യവുമുണ്ടായി. ഇതിനിടയിലാണ് ചിത്രത്തിന്റെ പ്രിന്റ് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തില് ഉൾപ്പെടെ വലിയ ജനത്തിരക്കാണ് തിയേറ്ററുകൾക്ക് മുന്നിലുള്ളത്. റെക്കോർഡ് കളക്ഷൻ നേടി ചിത്രം ആദ്യദിനം തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് നേരത്തെ കരുതിയിരുന്നത്. സ്ക്രീൻ കൗണ്ടും ഉയർന്ന ടിക്കറ്റ് നിരക്കും കണക്ക് കൂട്ടുമ്പോൾ ആദ്യദിനം തന്നെ ചിത്രം ആഗോളതലത്തില് 275 കോടിക്ക് മുകളില് നേടുമെന്നാണ് കരുതുന്നത്. എന്നാല് പൈറസി സൈറ്റുകളില് വന്ന HD പ്രിന്റ് ജനങ്ങളെ തിയേറ്ററില് നിന്ന് അകറ്റുമോ എന്നാണ് പ്രധാന ആശങ്ക. കൂടാതെ തെലുങ്ക് സംസ്ഥാനങ്ങളിലെ ചിത്രത്തില് 500 രൂപ മുതൽ 3000 രൂപ വരെയാണ് ആദ്യ ദിനങ്ങളിലെ ടിക്കറ്റ് നിരക്ക്. ഇതും ജനങ്ങളെ പിന്നിലേക്ക് വലിക്കുമോ എന്നതും ആശങ്കയാണ്. ഈ സാഹചര്യത്തിൽ ഓൺലൈനില് ചോർന്ന ചിത്രത്തിന്റെ പതിപ്പുകള് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനാവും അണിയറ പ്രവർത്തകർ ശ്രമിക്കുക. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ രണ്ടാം ഭാഗം ചന്ദനക്കള്ളക്കടത്തുകാരൻ. പുഷ്പരാജിന്റെ കഥയാണ് പറയുന്നത്. ഒന്നാം ഭാഗത്തിന്റെ തുടർച്ചയായി വില്ലൻ വേഷത്തില് മലയാളികളുടെ അഭിമാനമായ ഫഹദ് ഫാസില് വില്ലൻ വേഷത്തിലും രശ്മിക മന്ദാന നായികയായും എത്തുന്ന ചിത്രത്തില് സുനില്, പ്രകാശ് രാജ്, ശ്രീതേജ്, അനസൂയ ഭരദ്വാജ്, പ്രിയാമണി, ജഗപതി ബാബു, അജയ് ഘോഷ്, റാവു രമേശ്, മൈം ഗോപി, അജയ് എന്നിങ്ങനെ വൻ താരനിര തന്നെ അണിനിരന്നിട്ടുണ്ട്.